ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഫാത്തിമ മാത ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി എലോറ ആഘോഷത്തിന്റെ ഭാഗമായി തിരൂർ നൂർലേക്കിൽ സ്കൂളിൽ വിദ്യാർത്ഥികളിൽ കലാഭിരുചി വളർത്താനായി പ്രവർത്തിക്കുന്ന ആർട്ട് ബീച്ചിന്റെ ആഭിമുഖ്യത്തിൽ ചിത്രയാത്ര എന്ന ഏകദിന ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുരുന്നുഭാവനകളിലെ വർണ്ണക്കാഴ്ചകളെ തൊട്ടുണർത്തി അവയ്ക്ക് നിറക്കൂട്ടുകൾ ചാലിച്ച് പുതുജീവൻ പകർന്നപ്പോൾ കുട്ടികൾക്ക് ഇത് അവാജ്യമായ അനുഭൂതി സമ്മാനിച്ചു. വരകളും വർണ്ണങ്ങളും കൊണ്ട് കൊച്ചു കലാകാരന്മാരുടെ സർഗവാസനകളെ തൊട്ടുണർത്തിയായി ക്യാമ്പ് നയിച്ചത് പ്രശസ്ത ചിത്രകാരൻ ശ്രീ പ്രജീഷ് പേരാമ്പ്രയാണ്. പ്രിൻസിപ്പൽ സിസ്ലി പോൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ജലീൽ പിലാക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റോസ്ബിൻ SH സ്വാഗത ഭാഷണം നടത്തി. നിഷിത ടീച്ചർ ആശംസകൾ അർപ്പിച്ചു. ഇക്കഴിഞ്ഞ ഉപജില്ലാ കലാമേളയിൽ ചിത്രരചനാ വിഭാഗത്തിൽ സ്കൂളിന് പ്രത്യേക ഉപഹാരം ലഭിച്ചിരുന്നു. ഈ നേട്ടം കൈവരിക്കാനായി കുട്ടികളെ പ്രാപ്തരാക്കിയ സ്കൂളിലെ ചിത്രകലാധ്യാപകൻ ശ്രീ രാജീവൻ നന്ദി പറഞ്ഞു. ക്യാമ്പ് വൈകുന്നേരം 3:30 സമാപിച്ചു. അപ്പം ഈ ക്യാമ്പിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായോ? അറിയാവോ? എന്തിനാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്? നമ്മൾ ഓഫ് സ്റ്റേജിനേക്കാൾ കൂടുതൽ സ്റ്റേജ് പെർഫോമൻസിനാണ് എല്ലാ കലാലയങ്ങളും അതിന് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ഫാത്തിമ മാതാ സ്കൂള് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേജ് പെർഫോമൻസിനോടൊപ്പം തന്നെ ഓഫ് സ്റ്റേജ് കലകൾക്കും അതിൻ്റെ കഴിവുകൾ നിങ്ങളിൽ വർദ്ധിക്കാൻ അല്ലെങ്കിൽ വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദി ഒരുക്കുകയാണ് ഈ ക്യാമ്പിലൂടെ. അപ്പോൾ നിങ്ങൾ നല്ല കലാകാരന്മാരും കലാകാരികളുമുണ്ട് ഇവിടെ. അപ്പോൾ കുറേ കുട്ടികളുണ്ട്. പക്ഷെ നിങ്ങൾ കുറച്ച് പേര് ഒരു 50ഓളം കുട്ടികൾ ഇൻട്രസ്റ്റ് എടുത്ത് ഈ ക്യാമ്പിൽ പങ്കെടുത്തത് സിസ്റ്ററിന് വളരെ സന്തോഷമായി. വെറും കുട്ടികളിൽ പഠനം എന്ന ഒരു സമ്മർദ്ദം നൽകുന്നതിൽ ആണ് ഇന്നത്തെ എല്ലാ സ്കൂളുകളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. റിസൾട്ട് അതുപോലെ തന്നെ പേരും പ്രശസ്തിയും മാത്രം. പക്ഷെ നമ്മളെ ഫാത്തിമ മാത ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലെങ്കിൽ ഫാത്തിമ മാത കോൺവെൻറ്റിന് ഏത് കാലത്ത് 50 വർഷമായിട്ടൊരു സംസ്കാരം ഉള്ളത് പഠനം എന്നതിൽ പോലെ തന്നെ പഠനേതര ആക്ടിവിറ്റികളും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. റോസ്ബിൻ സിസ്റ്റർ ഞാൻ കണ്ടിടത്തോളം ഞാനൊരു 2 വർഷത്തെ പരിചയത്തിൽ എനിക്ക് സിസ്റ്ററെ അങ്ങേയറ്റം ബഹുമാനം തോന്നുന്ന ചില കാര്യങ്ങൾ, എന്ത് പരീക്ഷൻ്റെ ഇടയിലാണെങ്കിലും എന്ത് പ്രോഗ്രാം തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ ഉണ്ടെങ്കിൽ അതിന് മുൻനിരയിൽ നിന്ന് അത് നടത്തണമെന്ന് പറയുകയും നമ്മളെല്ലാവരും സമ്മർദ്ദത്തിലാക്കി അത് ചെയ്യണം എന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു വളരെ നല്ലൊരു കാഴ്ചപ്പാടാണ്. ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം നിങ്ങൾക്ക് കലാകാരന്മാർക്ക് മനസ്സ് വളരെ റിലാക്സായി ചിത്രങ്ങൾ വരയ്ക്കാൻ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒരുപാട് വരയ്ക്കാനുണ്ട്. നമ്മളൊരു ആരാധനയാണ് അവരോട്. എനിക്ക് സാധിക്കാത്തത് ചെയ്യുന്ന എല്ലാവരോടും എനിക്കൊരു ആരാധനയാണ്. പ്രത്യേകിച്ച് പിന്നെ സിംഗേഴ്സ്, പാട്ട് പാടുന്നവർ, ചിത്രം രചിക്കുന്നവർ, ഇവർക്കൊക്കെ നമുക്കില്ലാത്ത വലിയ കഴിവുകളാണ് അവർക്കുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഓൾറെഡി നിങ്ങൾക്ക് നമ്മുടെ രാജീവൻ സാറിന് നിങ്ങൾക്കറിയാം. അപ്പം നമുക്ക് വലിയൊരു കലാകാരനെ ഇവിടെ കിട്ടിയിരിക്കുകയാണ്. പ്രജീഷ് പേരാമ്പ്ര സാറിനെ നമുക്കിവിടെ കിട്ടിയിരിക്കുകയാണ്. നിങ്ങളിലെ കലാകാരന്മാരെ ഉണർത്താൻ, അല്ലേ? നമുക്കെല്ലാവർക്കും ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് വിടുമ്പോൾ നമുക്കെല്ലാവർക്കും ധാരാളം കഴിവുകൾ തന്നിട്ടുണ്ട്. പക്ഷേ കഴിവുകൾ ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ക്യാമ്പിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം തന്നെ. നമ്മൾ ചോദിക്കുകയാണ്, ഇപ്പോൾ ഞാൻ ഹയർ സെക്കൻഡറിയിൽ ചോദിച്ചിട്ട് ഒരു കുട്ടിയാണ് വന്നത്. വേറെ 2-3 പേര് നന്നായി വരയ്ക്കുന്നവരുണ്ട്. പക്ഷേ അവർക്ക് ക്ലാസ് കളഞ്ഞിട്ട് വരാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഈ കലയെ സ്നേഹിക്കുന്നവൻ എങ്ങനെയാണെങ്കിലും വെറുതെ ഇരിക്കില്ല. പാട്ട് എഴുതുന്നവർ, ചിത്രം രചിക്കുന്നവർ, ഇവരുടെയൊക്കെ മനസ്സിൽ ധാരാളം പുതിയ ക്രിയേറ്റീവായിട്ട് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, അവരേത് സമയം അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. കവിത എഴുതുന്നവർ, നോവലിസ്റ്റുകൾ, ഇങ്ങനെയുള്ളവരൊക്കെ അവരൊക്കെ ക്രിയേറ്റേഴ്സാണ്. സോ അവർക്ക് വേറെ ഒന്നിനും സമയം കിട്ടുകയില്ല. അവരിങ്ങനെ അതിൽ തന്നെ മുഴുകി പുതിയ സൃഷ്ടികൾ, അതാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. കുട്ടികളോടൊപ്പം കുറേ സമയം ചിലവഴിക്കുക എന്ന് പറയുമ്പോൾ തന്നെ വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ കലാകാരന്മാരും കൂടി കലാകാരികളും കൂടെ ആണെന്ന് അറിയുമ്പോൾ അതിലും വലിയ സന്തോഷം ഉണ്ടാവില്ല നമുക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഒരുപാട് നിറങ്ങളെപ്പറ്റി ചിത്രങ്ങളെപ്പറ്റിയൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്ന് ശരിക്കും കലാകാരന്മാരായി തീരുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭാഗ്യം തന്നെയാണ്. കലാകാരന്മാരും കലാകാരികളായി തീരുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ സമൂഹത്തിൽ പല തിന്മകളും ഒക്കെ നമ്മൾ പിന്നെ ഈ മീഡിയ കൂടെയൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. ശരിക്ക് കലാകാരന്മാരായി
തീരുമ്പോൾ നമുക്ക് അത്തരം ചിന്തകളിലേക്കൊന്നും പോവാതെ ഈ കല കൂടുതൽ ശ്രദ്ധിക്കുകയും നല്ലൊരു മനസ്സിനുടമയായി തീരാനൊക്കെ സാധിക്കും. വരയ്ക്കുക, നല്ല അതിൽ ഒരു ടെൻഷനും ഇല്ലാണ്ട് വരയ്ക്കുക. സന്തോഷവും വല്ലാത്ത നല്ലൊരു ദിവസമാണെന്ന് നമ്മുടെ HM സിസ്റ്റർ പറഞ്ഞ പോലെ നിങ്ങളെല്ലാം ഭാഗ്യം ചെയ്ത കുട്ടികളാണ്. ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നത് ഞാനിപ്പം ജനിച്ചാൽ മതിയായിരുന്നു. കാരണം ഞാനെല്ലാം പഠിക്കുന്ന കാലത്ത് ഇതുപോലെ ക്യാമ്പിലൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനോഹരമായ പ്രദേശത്ത്, സുന്ദരമായ പ്രദേശത്തെ നിങ്ങളെ നിറങ്ങളിൽ ആവാഹിക്കാനുള്ള ഒരവസരം നിങ്ങൾക്ക് കിട്ടുകയാണ് ചെയ്തത്. ആ കിട്ടിയതിൽ തന്നെ കേരളത്തിലെ നമ്മുടെ കയ്യിലുണ്ടാകുന്ന രീതിയിലുള്ള എണ്ണപ്പെട്ട വാട്ടർ കളർ ആർട്ടിസ്റ്റുകളിലെ ഒരാളായ പ്രജീഷ് സാറെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഭാഗ്യമാണ്. പിന്നീട് ഫാത്തിമ മാതാ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനും ഫാത്തിമ മാതാ സ്കൂളിൽ ഈ വർഷം വന്നയാളാണ്. വന്ന നാൾ മുതൽ തന്നെ നല്ല പരിപാടികളും വ്യത്യസ്തമായ പരിപാടികളും ഗംഭീരമായ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.